ഫിഷിനെ കണ്ടോ? എങ്ങനെയാണ് കോഴി ഉണ്ടാവുക എങ്ങനെയാണ് കണ്ടോളി. ഈ ഒരു സെറ്റപ്പിൽ ഞാൻ ആദ്യമായിട്ടിരിക്കുന്നത് മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോഴാണ്. കോളേജ് വരെ വന്നിട്ട് ക്യാൻറ്റീൻ കാണാണ്ട് പോയാൽ മോശമല്ലേ? കുറേ കാലം ഞാൻ ഇതേമാതിരി യൂട്യൂബിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ടിരുന്നതാണ്. അന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇതേമാതിരി വന്ന് ഇവിടുന്ന് വ്ളോഗ് എടുക്കുന്നു. വലിയ ഗ്രൗണ്ടാണ്. ലെവൻസിൻ്റെ 3 ഫുട്ബോൾ ഗ്രൗണ്ട്. കാണുന്നതാണ് ഹിന്ദു കോളേജിന് ഗേൾസ് ഹോസ്റ്റൽ. बोल रहे व्लॉग बना रहे. വിശാലമായി പരന്ന് കിടക്കാണ് ഗൈസ് ക്യാമ്പസ്. കമ്പ്യൂട്ടർ ലാബ് വരുന്നത്. കമ്പ്യൂട്ടർ ലാബ് കൂട്ടിയേക്ക് വന്നിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ജനലിൽ കാണിച്ചു തരാം. എന്താണ് ഹിന്ദു കോളേജിൽ കമ്പ്യൂട്ടർ ലാബ്? ബോട്ടണി മ്യൂസിയം നോക്കിയാകാം. ബോട്ടണി ക്ലാസ് റൂം ഗൈസ്. ഞാൻ അവിടെ യൂണിവേഴ്സിറ്റി കയറി ബോട്ടണി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം ഇങ്ങോട്ട് വന്നത്. എവിടെ എന്തായാലും ആ പൂതി മാറ്റാൻ നമുക്ക് ഇവിടെ ബോട്ടണി ക്ലാസ് റൂമിൽ ഹിന്ദു കോളേജിൻ്റെ ബോട്ടണി ക്ലാസ് റൂമിൽ വന്നിരുന്ന് നോക്കാം. ഹിന്ദു കോളേജിൻ്റെ ബോട്ടണി ക്ലാസ് റൂമിൽ ആഗ്രഹമുണ്ടോ അറിയില്ല. അതൊക്കെ ഇങ്ങനെ മാറിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്യുന്നു ഗൈസ്. ബോട്ടണി മ്യൂസിയം നമ്മൾ നേരം വൈകി വന്നതുകൊണ്ട് ഫുൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടെ കാണിച്ചു തരാം. ബോട്ടണി മ്യൂസിയം ഗൈസ്. ബോട്ടണി ലാബ് എന്തോ മ്യൂസിയം പോയേക്കാം. ഗോൾഡ് ഫിഷ് ഗൈസ്, ഗോൾഡ് ഫിഷിനെ കണ്ടോ? എന്താ ഇപ്പം പ്രസവിച്ചവരായിക്കണോ മോനെ? വെറുതെ അല്ല, ഇത് സുവോളജി ഡിപ്പാർട്ട്മെൻ്റാണ് ഗൈസ്. സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി. ബോട്ടണി സുവോളജി നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നോക്കിയത്. പിന്നെ വരെ നമുക്ക് അതിനോടുള്ള താല്പര്യമൊക്കെ പോയി വേറത് കുടിച്ച്. എങ്ങനെയാണ് കോഴി ഉണ്ടാവുക എങ്ങനെയാണ് കണ്ടോളി. ഡേ 1 അങ്ങനെ ആയിരിക്കും. നമ്മൾ ഓംപ്ലേറ്റ് അടിച്ചതെന്നാണ് സാധനം. ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5 ആയപ്പോഴത്തേക്കും എന്തോ ഒരു സാധനം ഉണ്ടായി. പിന്നെ ഡേ 6, 7, 8, 9, 10 അങ്ങനെ വന്ന് ഇങ്ങനെ വലുതായി ഇതുപോലെ ആവും. അടുത്തൊന്നും വലുതാകുമ്പോൾ നമ്മൾ പൊരിച്ചടിക്കും. കറി വെച്ചടിക്കുന്നു, പൊരിച്ചടിക്കുന്നു, വറുത്തടിക്കുന്നു. ഹിന്ദു കോളേജ് സംഗനേരിയ ഓഡിറ്റോറിയം. എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഗൈസ്. അലൂമിനീസും കാര്യങ്ങളൊക്കെയാണ്. ഹിന്ദു കോളേജിൻ്റെ ക്ലാസ് റൂം ഒന്ന് നോക്കിയോ ഗൈസ്. ഓപ്പണാണ്, പ്രശ്നം എന്തായാലും കിട്ടുന്നത്. ഇതാണ് ഹിന്ദു കോളേജിൻ്റെ ക്ലാസ് റൂം.
ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗൈസ്. ഇലക്ട്രിസിറ്റി റൂം. ഇവിടെ നിന്നാണ് മക്കളെ ഈ ഫുൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കറണ്ട് വരുന്നത്. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഗ്രൗണ്ട് വരുന്നത്. ഗ്രൗണ്ടിലേക്ക് നമുക്ക് പോകാം. കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ് കോളേജൊക്കെ ഒന്ന് കാണണ്ടേ. വിശാലമായി കിടക്കുന്നത്. എന്താ രസം കോളേജ്. ക്ലീനാണ്, കിടിലാണ്. നേരം വൈകി ഒന്നും കൊണ്ട് ഒരു ഗുണമുണ്ടായി. ആരും ശല്യപ്പെടുത്താൻ. കുട്ടികളൊക്കെ വരയിലെത്തിയാൽ മതി. ഒരു വിഷയമേ അല്ല. ഫുള്ള് കാലിയിട്ട് ഇങ്ങനെ പരന്നടങ്ങുക. ക്ലാസ് റൂം അടിച്ചാൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ് റൂമൊക്കെ എന്താ രസം. ബാക്ക് ബെഞ്ച് വ്യൂ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു സമയം സെറ്റപ്പിൽ ഞാൻ ആദ്യമായിട്ടിരിക്കുന്നത് മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോഴാണ്. അവിടെ പിന്നെ നമ്മൾ അഡ്മിഷൻ എടുത്തില്ല, വൈക്ക് പോയില്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി. എമ്മാതിരി രസമാണ് കോളേജ് അറിയാമോ. ക്ലാസ് എടുക്കുമ്പോഴൊന്നും ഈ പരിസരത്ത് കയറുന്നത്. ഫിസിക്സ് ആണ് മക്കളെ, ഓടിക്കാളെ. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയുണ്ട് നോക്കാം. നീ കെമിസ്ട്രി ലാബ് ഗൈസ്. കെമിസ്ട്രി ലാബ് ഹിന്ദു കോളേജിൻ്റെ കെമിസ്ട്രി ലാബ്. ഇഷ്ടംപോലെ ഒഴിവ് സ്ഥലമുണ്ട് മോനെ, ഇഷ്ടംപോലെ ഒഴിവ് സ്ഥലം. കിണറിലെന്താ ഉള്ളത്? ക്യാമ്പസിന് നടുവിലൊരു കിണർ, പൊട്ടക്കിണർ ഗൈസ്. ക്യാമ്പസിന് നടുവിൽ ക്യാമ്പസിനുള്ളിൽ തന്നെ ഇഷ്ടം പോലെ സ്ഥലം കറങ്ങിയടിച്ച് നടക്കാണ്ട് മക്കളെ. കയറി പോയിണ്ട്. വെറുതെ കയറി ഇരുന്നാൽ പഠിക്കാനും ബുക്ക് വായിക്കാനൊക്കെ തോന്നിപ്പോകും. ഒരു വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൗണ്ട് ഉണ്ടാക്കിയാൽ മുഴങ്ങും അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്. കിണ്ണ ലൈബ്രറി. വെറുതെ കയറി ഇരുന്നാൽ ചിലപ്പോൾ പഠിച്ച് ബുക്ക് വായിച്ചൊക്കെ പോകും. സീന്. സംഘനേറിയ സയൻസ് ബ്ലോക്ക് ഗൈസ്. സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് ഗൈസ് ഹിന്ദു കോളേജിൻ്റെ ഓപ്പൺ തിയേറ്റർ.
ക്യാൻറ്റീൻ, ഹിന്ദു കോളേജിൻ്റെ ക്യാൻറ്റീൻ. കോളേജുകാർ വന്നിട്ട് ക്യാൻറ്റീൻ കാണാണ്ട് പോയാൽ മോശമല്ലേ? അത് കോളേജിൻ്റെ ഏറ്റവും മെയിൻ പാർട്ടാണ് ക്യാൻറ്റീൻ. ക്യാൻറ്റീനിലാണ് ഹിന്ദു കോളേജ്. ചായ കിടിലതൊന്നും പറയാല്ല, പക്ഷേ ഞാൻ കയറി ഇറങ്ങിയ ബാക്കിയുള്ള കോളേജിൽ നിന്നൊക്കെ കുടിച്ച ചായ വെച്ചിട്ട് ഏറ്റവും നല്ല ചായ ഹിന്ദു കോളേജിലെ ചായ. ഒന്നും നമ്മളെ കോളേജിലത്തെ ചായ കണ്ട കുടിത്തൊള്ളയിലൊക്കെ അല്ല, പാലും വെള്ളം വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും മധുരിട്ട ഫീലെങ്കിലും ഉണ്ട്. കിടിലൊന്നല്ല, എന്നാലും കുഴപ്പമില്ല. ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ ഭേദം പിടുത്താണ്. നല്ല ചായ. നല്ല വ്യൂ കിട്ടോ ക്യാൻറ്റീൻ, നല്ല വൃത്തിമനുള്ള ക്യാൻറ്റീൻ. നേരെ ഗ്രൗണ്ടിൽ, ക്യാൻറ്റീനിൽ നിന്ന് നോക്കിയാൽ നേരെ ഗ്രൗണ്ട്. അത്യാവശ്യം വൃത്തിയുണ്ട് കിട്ടില്ല. ഇത് ഔട്ട്ഡോർ ക്യാൻറ്റീൻ, ക്യാൻറ്റീൻ്റെ ഔട്ട്ഡോർ. ഇത് ഇൻഡോർ ക്യാൻറ്റീൻ. ഇൻഡോർ എന്തൊക്കെയുള്ളത് വഴികൾ. നല്ല ക്യാൻറ്റീൻ എന്ന് പറയാനുള്ള കാരണം നല്ല ചായ, കുഴപ്പമില്ലാതെ ചായ. ബാക്കിയുള്ള ക്യാൻറ്റീൻ വെച്ച് കൊടുക്കുമ്പോൾ എത്രയോ ഭേദം ചായ. ഇതാണ് ഹിന്ദു കോളേജിൻ്റെ സ്പോർട്സ് കോംപ്ലക്സ്, വോളിബോൾ കോർട്ട്. കുറേ കാലം ഞാൻ ഇതേമാതിരി യൂട്യൂബിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ടിരുന്നതാണ്. അന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇതേമാതിരി വന്ന് ഇവിടുന്ന് വ്ളോഗ് എടുക്കുന്നതാണ്. കോളേജ് ഗ്രൗണ്ട് നോക്ക് മക്കളെ. എന്താ അറിയില്ല, ഗ്രൗണ്ടിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനം. ഒരുമാതിരി വലിയ ഗ്രൗണ്ടാണ്. ലെവൻസിൻ്റെ 3 ഫുട്ബോൾ ഗ്രൗണ്ട് 3 ഗ്രൗണ്ട് വലിപ്പമുണ്ട്. 4 ഗ്രൗണ്ട് കൂട്ടിയോ, അത്രയും വലിപ്പമുണ്ട് ഹിന്ദു കോളേജിൻ്റെ ഗ്രൗണ്ട്. നല്ല ഗ്രൗണ്ട്. ഒരു സൈഡിൽ ബാസ്കറ്റ് ബോൾ കോർട്ട്, അങ്ങ് തറ്റത്ത് ഒരു ലെവൻസിൻ്റെ ഒരു ഗ്രൗണ്ട്. അത് കൂടാണ്ട് അതിൻ്റെ വലിപ്പമുള്ള 3 ലെവൻസിൻ്റെ കോർട്ടിൻ്റെ വലിപ്പമുണ്ട് ഏകദേശം ഗ്രൗണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ ഇവിടെ ബാസ്കറ്റ് ബോൾ കോർട്ട്. എത്ര സ്പേസാണ്, വീട്ടില. ഞാൻ സൗത്ത് ക്യാമ്പസിൽ ഏകദേശം എല്ലാ കോളേജിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും കിട്ടില്ല ഗ്രൗണ്ട്, ഇത്രയും കിട്ടില്ല ലൈബ്രറി ഉള്ള വേറൊരു കോളേജ് ഞാൻ കണ്ടിട്ടില്ല. വേറെ കോളേജിൽ ഇതിനെക്കാട്ടും ഇൻഫ്രാസ്ട്രക്ചർ കണ്ടോ. ഇനി നോർത്ത് ക്യാമ്പസിൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കയറിയും കൊണ്ട്, ഹിന്ദു കോളേജിൽ കയറിയും കൊണ്ട് ഞാൻ പറയാം, കിട്ടില്ല ലൈബ്രറി, കിട്ടില്ല ഗ്രൗണ്ട്.
എല്ലാവരും പറയുന്ന കാര്യം ഇത് കോളേജ് ഹിന്ദു കോളേജ് ആയതുകൊണ്ട് പൊക്കി പറയാനെന്നല്ല, കണ്ടപ്പോൾ തോന്നിയത് കൊണ്ട് പറയാം. കിടിലൻ കോളേജ്. അതിന് മാത്രം ഇങ്ങനെ അത്ര കണ്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്തോ ഒരു ഞാൻ വൈകുന്നേരം വന്നുകൊണ്ടാണ് അറിയില്ല, നല്ല സമാധാനം, നല്ല ഫീല്. ഗ്രൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിടിലൻ ഗ്രൗണ്ട്. കോളേജിൽ ഇപ്പോൾ കഴിഞ്ഞ് വല്ലാണ്ട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ലൈബ്രറിയും ഗ്രൗണ്ടും കിട്ടില്ല. ലൈബ്രറിയും ഗ്രൗണ്ടും കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല. വിശാലമായ ഗ്രൗണ്ടും ഒരു എന്താ ഒരു പിന്നിട്ട കേൾക്കില്ല, പിൻ ഡ്രോപ്പ് സൈലൻസ് അറിയില്ല, അമ്മാരി പിൻ ഡ്രോപ്പ് സൈലൻസ് ഉള്ള ഒരു ലൈബ്രറി. ബാക്കിയുള്ള കോളേജുകളിലും കയറി നമുക്ക് ഇതേമാതിരി വ്ലോഗ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ചാൻസ് കിട്ടിയാൽ നമ്മളെടുക്കും ഇൻഷാ അല്ലാ. കിട്ടില്ല കേട്ടോ. ഹിന്ദു കോളേജ് ഓവർ റേറ്റഡ് ആണെന്ന് പറഞ്ഞാലും അതിനുള്ളതുണ്ട്, സാധനമുണ്ട്. ഈ കാണുന്നതാണ് ഹിന്ദു കോളേജിൻ്റെ ഗേൾസ് ഹോസ്റ്റൽ. ഫാക്കൽറ്റി ക്വാർട്ടേഴ്സുകളാണ് തോന്നുന്നത് ഹിന്ദു കോളേജിനുള്ളിൽ. നല്ല രസമുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച സാധനം പോലെ നല്ല ക്ലീൻ സാധനം. ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ചാണോന്ന് അറിയില്ല കേട്ടോ. പക്ഷെ നല്ല ആ ഒരു ടൈപ്പ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കി കഴിറ്റില്ലേ, ആ ഒരു ഫീല് നല്ല കിട്ടില്ല സാധനം. ഫാക്കൽറ്റി ക്വാർട്ടേഴ്സ് ഏരിയയാണ് ഹിന്ദു കോളേജിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലേ. അതേന്ന് ഗൈസ് ഹിന്ദു കോളേജ്. അങ്ങനെ ഹിന്ദു കോളേജിൻ്റെ വ്ലോഗ് മൊത്തം എടുത്ത് വ്ലോഗ് ബനാറേ. അപ്പോൾ അതേന്ന് ഗൈസ് ഹിന്ദു കോളേജിൻ്റെ വ്ലോഗ്. അങ്ങനെ ഹിന്ദു കോളേജ് മൊത്തം കണ്ടില്ല എല്ലാവരും. കിടിലൻ കോളേജ്, മറ്റു വാക്ക് പറയുകയാണെങ്കിൽ കിടിലൻ കോളേജ്. ആ കാണുന്ന ഹിന്ദു കോളേജ്, അതിന് നേരെ ഓപ്പോസിറ്റ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്.